വയനാട്ടിൽ നിന്ന് ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. പലയിടത്തും വലിയ ശബ്ദവും അതുപോലെ തന്നെ പ്രകമ്പനവും ഒക്കെ തന്നെ കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഒരു വലിയൊരു ദുരന്തത്തിന് ശേഷം ആ നാട് ഉണങ്ങിയിട്ടില്ല, ആ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല, ഇപ്പോഴും തീരാ നോവായിട്ട് തന്നെ മാറുന്നു. അതിനിടയിലാണ് ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിഭ്രാന്തി പരത്തുന്ന വാർത്ത കൂടെ വരുന്നത്. പലയിടത്തും ഭൂചലനം ഉണ്ടായി, ഒപ്പം വലിയ മുഴക്കം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നത്. എപ്പോഴാണ് സംഭവിച്ചത്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അർജുനിലേക്ക് എത്താം. ഇപ്പോൾ ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട്. ഐസൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയൊരു ദുരന്തം കഴിഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. അതിൻ്റെ മോചനത്തിൽ നിന്ന് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ മാറിയിട്ടുമില്ല. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഭൂകമ്പം അല്ലെങ്കിൽ വലിയൊരു മുഴക്കം, പ്രകമ്പനമൊക്കെ തന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഒപ്പം പലയിടത്തു നിന്നും പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്ന നടപടികളും തുടർന്നു പോകുന്നുണ്ട്. രജനി, അമ്പലവയലിലെ അമ്പുകുത്തി മല തുടർന്ന് അതുപോലെ തന്നെ ഇടക്കൽ ഗുഹയുടെ പരിസരങ്ങളിൽ നിന്നും 2 സ്കൂളുകളിലെ സ്കൂളുകൾ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകരുതൽ എന്ന നിലയിൽ പലയിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് എന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. അതേസമയം നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാഷണൽ സിസ്മോളജിക്കൽ സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ സിസ്മോളജിക്കൽ സെന്ററിന്റെ നെറ്റ്വർക്കുകളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായതായി വിവരം ലഭിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് ഭൂകമ്പമാകാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്ന് തന്നെയായാലും ഭൂകമ്പമല്ല എന്ന ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കുന്നത് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. വലിയൊരു ശബ്ദവും ഒരു കുലുക്കവും കേട്ടു. അതുപോലെ തന്നെ കെട്ടിടങ്ങളിലെ ചില്ലുകൾ പൊട്ടുകയും മരത്തിന്റെ ഫ്രെയിമുകളിൽ വിള്ളൽ വീഴുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും മറ്റ് റവന്യൂ സംവിധാനങ്ങളും കാര്യക്ഷമമായി ഇടപെടുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ജിയോളജിസ്റ്റും ഉൾപ്പെടെയുള്ള ഭൗമ വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാവരും, ശാസ്ത്രജ്ഞരെല്ലാവരും തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭൂകമ്പമാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അർജുൻ PS കൂടെ ചേരുന്നുണ്ട്. അർജുൻ, ഏതായാലും അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഒന്നാകെ ആശങ്കയിൽ തന്നെയാണ്. സ്കൂളുകളിലൊക്കെ തന്നെ ഈ പഠനം നിർത്തി, അല്ലെങ്കിൽ സ്കൂളിനൊക്കെ തന്നെ അവധി നൽകിയെന്നും പറയുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആശങ്ക വേണ്ട എന്ന് പറയുന്നുണ്ട് വിദഗ്ധർ ഒന്നടങ്കം. അപ്പോഴും ഈ പല വീടുകളിലും അല്ലെങ്കിൽ നാട്ടുകാരൊന്നടങ്കം പറയുന്നത് വലിയ ശബ്ദം കേട്ടു എന്നൊക്കെ തന്നെയാണ്. അർജുൻ, കേൾക്കാമെന്ന് കരുതുന്നുണ്ട്. വയനാട്ടിൽ ഭൂചലനമാണോ എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഒപ്പം വിദഗ്ധർ ഒന്നടങ്കം പറയുന്നുണ്ട് ഇതൊരു ഭൂചലനത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരു പ്രകമ്പനം മാത്രമാണ് ഉണ്ടായതെന്നും ഇപ്പോഴും സ്കൂളുകൾക്കൊക്കെ തന്നെ അവധി നൽകിയിട്ടുമുണ്ട്. ആ പ്രദേശത്ത് നിന്ന് ഒന്നടങ്കം ജനങ്ങളെ മാറ്റുന്നതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. തീർച്ചയായും രജനി, ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, വൈത്തിരിയും അമ്പലവയലും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അതായത് വൈത്തിരി എന്ന് പറയുന്നത് നമ്മൾ കൽപ്പറ്റയൊക്കെ കഴിഞ്ഞ ദൂരെ പോകേണ്ട ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ബത്തേരിയിലാണ് ഈ അമ്പുകുത്തി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഈ അമ്പുകുത്തി മലനിരകളിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഈ എടക്കൽ ഗുഹയുടെ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ശബ്ദം കേട്ടിട്ടുള്ളത്. മാത്രമല്ല വൈത്തിരി ഭാഗത്തും നമുക്ക് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടു എന്ന് പറയുന്നു. മാത്രമല്ല നമ്മളിപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അർജുൻ ദേവാലയം തുടരുക. ഇപ്പോൾ അമ്പുകുത്തിമലയിൽ പ്രദേശവാസി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രകമ്പനമാണ് കേട്ടതെന്നാണ് പറയുന്നത്. എന്താണ് അനുഭവപ്പെട്ടത്? ഈ സൗണ്ട് ഞങ്ങളെ ഈ പ്രദേശവാസികൾ ഇവിടെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. പിന്നെ അതിനെ തുടർന്ന് ബാക്കി വരുന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് പരിശോധിക്കേണ്ടി വരും. ചില സ്ഥലത്ത് ഭൂമി കുലുങ്ങി എന്ന് പറയുന്നുണ്ട്. തെക്കൻകൊല്ലി ഭാഗത്ത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് അമ്പലയിലെ ഫാമിലുള്ളവർ ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്. എടക്കൽ ഭാഗത്താണ് ഞങ്ങൾ ഉള്ളത്. ഇതെന്താ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വന്നിട്ട് ഒരു പരിശോധന. അപ്പോൾ സാറുമാരൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ 19 മേലെ ഒരു ഈഗിൾ റിസോർട്ടൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് ഇതിന് മുന്നേ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, ഒരു പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെത് എന്താന്നുള്ളത് അതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ആ ഭാഗത്തു നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 23-ാം വാർഡിലെ മെമ്പർ ഇവിടുത്തെ പ്രദേശവാസികളെ ഒന്ന് ഒഴിപ്പിക്കുന്നുണ്ട് ഈ എടക്കൽ ചോട്ടുന്ന്, കേമിന്റെ ചോട്ടുന്ന്. അപ്പൊ അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വിദഗ്ധരൊക്കെ തന്നെ ഇതൊരു പ്രകമ്പനമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുണ്ട്. ആ ഒറ്റ സൗണ്ട് ഒരു 10:30 11 മണി ഇടയിലായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് ഞാനടക്കം കേട്ടതാണ്. അതൊരു സൗണ്ട് ആദ്യം കരുതിയത് ഒരു ടിപ്പറിന്റെ ഒക്കെ ഡോർ അടക്കില്ലേ, വലിയ ടോറസിന്റെ, അങ്ങനെ കരുതി. പിന്നെ ഒരു ഇടി വെട്ടുക. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അതങ്ങ് വിട്ടു. പിന്നെ ഇത് പലരും കേട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കുന്നു. കണക്ട് ചെയ്ത സമയത്ത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്.
അപ്പൊ എന്നെ തെക്കൻകൊല്ലി ഭാഗത്തുനിന്ന് വിളിച്ചു, പാടിയറമ്പ് ഭാഗത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ കേട്ടവരാ. 19 വിളിച്ചു, എടക്കലിൽ വിളി വന്നു. അപ്പൊ കണക്ട് ചെയ്തപ്പോഴാണ് ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ചലനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ പൊട്ട്. പിന്നെ ബാക്കി എന്താ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതിനുശേഷം പറയാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന സ്ഥിരീകരിക്കാത്തൊരു വാർത്തകളൊക്കെ ഉണ്ട്, ഈ കല്ലുകളൊക്കെ തന്നെ ഉരുണ്ടു വന്നു എന്നൊക്കെ തന്നെ. അങ്ങനെ എന്തെങ്കിലും? അത് നമ്മള് പല ഭാഗത്തും പറയുന്നുണ്ട്. തെക്കൻകൊല്ലി ഭാഗത്ത് തോട്ടിൽ വെള്ളം നന്നായി കയറി എന്ന് പറയുന്നു. അത് വെറുതെയാ. അത് അവിടുത്തെ ജനങ്ങൾ. പിന്നെ അതുപോലെ ഇവിടെ ബാലവാടി കവല അമ്പലവയൽ തന്നെ, അമ്പലവയൽ മാറിയിട്ട് 2 കിലോമീറ്റർ അവിടെ ജനലിന്റെ ചില്ല് പൊട്ടി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികളെയൊക്കെ ഒഴിപ്പിക്കുന്ന നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? എല്ലാം തുടങ്ങി. ഞങ്ങളിപ്പോ അമ്പലവയൽ വ്യാസ സ്കൂളിലെ കുട്ടികളൊക്കെ പോയിട്ട് വിടിയിച്ചു. ഫസ്റ്റ് ചെയ്ത കാര്യം അതാ. അപ്പൊ ഇത് എല്ലാവരും കേട്ടു എന്ന് പറഞ്ഞപ്പോ നമുക്കാകെ ബുദ്ധിമുട്ടായി മാനസികമായിട്ട്. പിള്ളേരെ കാര്യല്ലേ. അപ്പൊ അവരെ വിടിയിച്ചു. അമ്പലവയൽ സ്കൂളിൽ വിട്ടിട്ടുണ്ട്, ആനപ്പാറ സ്കൂൾ വിട്ടു. കുട്ടികളെല്ലാം സേഫ് ആക്കിയിട്ട് വണ്ടികളൊക്കെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആ ഒരൊറ്റ സൗണ്ടേ കേട്ടിട്ടുള്ളൂ. അതിന് ശേഷം വരുന്ന വാർത്ത വെറുതെ ഭീതി പടർത്തുക എന്ന് മാത്രം, അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. വലിയൊരു ദുരന്തമുണ്ടായി 2 ആഴ്ച പോലും ആയിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ട് ഭീതി പരത്താനല്ല, എന്നാലും ചോദിക്കുകയാണ്. പല പ്രദേശത്താണ് ഇപ്പോൾ, അമ്പുകുത്തി മലയിൽ മാത്രമല്ല, പിണങ്ങോട്, മുരിക്കാപ്പ്, അതുപോലെ കുറിച്യർമല, അങ്ങനെ നിരവധി പ്രദേശത്താണ് ഇങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായതെന്ന് പറയുന്നു. അതെ, ആ നേരത്തെ പൊട്ടിയ മുണ്ടക്കൈ 19. കാരണം ഏരിയ നോക്കുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ ഒറ്റപ്പാറി ആയിരിക്കാം. ചിലപ്പോൾ അതിന്റെ പ്രകമ്പനാണോ എന്ന് പറയാൻ പറ്റൂല. അന്ന് ഒരാഴ്ച മുന്നേ പൊട്ടിയതിന്റെ ഭാഗമായിട്ട് അടിയിൽ ഒറ്റപ്പാറി ആയിരിക്കാം. അപ്പൊ അതിന്റെ പ്രഷറിൽ ഒരു സൗണ്ട് ആയിരിക്കും. അതിലപ്പുറത്തേക്ക് ഭീതിയാണ്. ഇപ്പൊ ജനങ്ങളാകെ ഭീതിയിലാണ്. ഈ കുട്ടികളെയും കൂടി വിട്ടതോടുകൂടിയേ അവര് വീടുകളിലെത്തല്ലേ. അപ്പോഴാണ് പലരും പലതും അറിയുന്നത്. പിന്നെ കേട്ടവര് കൃത്യമായിട്ട് അവര് പറയുന്നുണ്ട്. എല്ലാവരും ഒരു ഇടീന്റെ ശബ്ദം എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷെ അതൊരു ഭയങ്കര മുഴക്കായിരുന്നു ആ ഇടിക്ക്, ആ ഒരു സൗണ്ടിന്. ആ ഒരു ഭീതി ജനങ്ങളിലുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു? അമ്പലയില് വിട്ടിട്ടുണ്ട്, ആനപ്പാറ വിട്ടു, ഇപ്പൊ അമ്പലയില് വ്യാസ സ്കൂൾ വിട്ടു. ജനൻ TV. ഓക്കെ, ഇതാണ് ഇപ്പൊ സ്ഥിതി. ബാക്കി നമുക്ക് അന്വേഷിക്കാണ്ടൊന്നും പറയാൻ കഴിയില്ല. ശരി. എന്തായാലും ആശങ്ക ഒന്നും വേണ്ട എന്ന് തന്നെ പറയാം. പ്രകമ്പനം മാത്രമായി അത്രേ ഉള്ളൂ. പിന്നെ വിദഗ്ധരെ അന്വേഷിക്കട്ടെ. അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇപ്പൊ എത്തുമല്ലോ. പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. അമ്പുകുത്തി മലയിൽ ഒരു പ്രദേശവാസിയാണ് നമ്മോട് സംസാരിച്ചത്. അർജുൻ PS ലൈനിലുണ്ടെന്ന് കരുതുന്നു. അർജുൻ, എന്തായാലും ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു പൊട്ടൽ നേരത്തെ ഉണ്ടായ ഒരു സ്ഥലം കൂടെയാണ്. പക്ഷേ പലരും പല രീതിയിൽ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. സ്ഥലത്ത് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം സ്കൂളുകളിൽ നിന്നടക്കം കുട്ടികളെ ഒഴിപ്പിച്ചു തുടങ്ങി. ആ പ്രദേശത്ത് നിന്ന് തന്നെ ജനങ്ങളെ മാറ്റുന്ന ആ നടപടികളിലേക്കൊക്കെ തന്നെ കടന്നു എന്നും പറയുന്നുണ്ട്. അർജുൻ, നമ്മളോടിപ്പോൾ നേരത്തെ ഒരു പ്രദേശവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടലുണ്ടായ ഒരു സ്ഥലമായിരുന്നു അവിടെ. നേരത്തെ ചെറിയൊരു രീതിയിലൊരു പൊട്ടലുണ്ടായ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ഇപ്പോൾ പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ പ്രദേശവാസികളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചു. ഒപ്പം ഈ സ്ഥിരീകരിക്കാത്ത പല വാർത്തകളും ഇതിനിടയിൽ തന്നെ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. കല്ല് ഉരുണ്ട് വന്നു എന്നൊക്കെ ഉള്ള ഈ രീതിയിൽ എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ? തീർച്ചയായും രജനി, ഞാനിപ്പോൾ ഉള്ളത് ഈ എടക്കൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആൾ നമ്മളുടെ ഒപ്പം തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ലൈവായി ഈ കാര്യങ്ങൾ ാമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ലൈവ് കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അമ്പുകുത്തി മലനിരകളിലാണ് ഈ എടക്കൽ ഗുഹ ഉള്ളത്. ഈ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ശബ്ദം ഏകദേശം ഒരു 10 മണിയോടെയാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ശബ്ദം മാത്രമല്ല വിവിധ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വൈത്തിരി പ്രദേശങ്ങളിലടക്കം, വൈത്തിരി പൊഴുതന പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടിരുന്നു. പിണങ്ങോട്
തെണങ്ങോട് ഭാഗത്തും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ നേരത്തെ തന്നെ മാനന്തവാടി പ്രദേശത്തും ഈ ശബ്ദം കേട്ടതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ തന്നെ ഇതൊന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. നമ്മളൊരു നേരത്തെ അനീഷ്മതി പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ഇവർ ഈ ഒരു പ്രദേശത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടുണ്ട്. നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്കപ്പെടുത്തരുത്, ജനങ്ങളെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. അത് കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്കിപ്പോൾ വിവരം അനുസരിച്ച് അതൊരു പ്രകമ്പനമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചെറിയൊരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ വലിയ ആശങ്കപ്പെടുത്തരുത്, ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് എത്രമാത്രം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് അറിയുവാൻ കഴിയില്ല. അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടുത്തുള്ള ആളുകളെ അടക്കം മാറ്റി പാർപ്പിക്കുവാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു പ്രദേശത്തെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണിക്കുവാനും സാധിക്കും. യെസ്, വയനാട്ടിൽ എന്തായാലും ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലായിട്ട് പ്രകമ്പനം ഉണ്ടായെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഒരു ഭീതി, ഒരു ആശങ്ക ഉണ്ട്. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഒന്നടങ്കം പറയുന്നത്. ഐസൻ ജോസ് കൂടി ചേർന്നത്. ഐസൻ, ഇപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായി 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ വലിയ ശബ്ദത്തോടു കൂടിയുള്ള മുഴക്കമൊക്കെ തന്നെ കേട്ടു എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. എന്തായിരിക്കാം ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്? നമ്മളോട് നേരത്തെ ഈ അമ്പുകുത്തിമലയിലെ ഒരു പ്രദേശവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ അവിടെയൊക്കെ തന്നെ പൊട്ടൽ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളാണെന്ന്. തീർച്ചയായും രജനി, ഇത് ഒരു ഭൂകമ്പമാണെങ്കിൽ സീസ്മോഗ്രാഫിൽ, അതായത് പ്ലേറ്റുകൾ, അതായത് ഭൂമിയുടെ ഓരോ ഫലകങ്ങൾ മറ്റൊരു ഫലകത്തിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ടെക്ടോണിക് ട്രെമറുകളാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് നാഷണൽ സീസ്മോളജിക്കൽ സെന്ററിന്റെ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ ജിയോളജിസ്റ്റും ഇക്കാര്യത്തിൽ സീസ്മോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ സീസ്മിക് ആക്ടിവിറ്റി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, ഭൂകമ്പത്തിന് സമാനമായ ആക്ടിവിറ്റി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനി തുടർന്നും അതിന്റെ പരിശോധനകൾ കൃത്യമായി നടക്കേണ്ടതുണ്ട്. നിലവിൽ അമ്പലവയൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു സീസ്മോഗ്രാഫ് ഉണ്ട്. ആ സീസ്മോഗ്രാഫിലെ ഡാറ്റ ഇത്തരത്തിലൊരു വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഡാറ്റ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതൊരു ഭൂകമ്പമാകാനുള്ള സാധ്യത സ്ഥിരീകരിച്ചിട്ടില്ല. നാഷണൽ സിസ്മോളജിക്കൽ സെന്ററിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളില്ല. അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങളിലൊന്നും ഇത് സംബന്ധിച്ച വിവരങ്ങളില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു സീസ്മിക് ആക്ടിവിറ്റി ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത്തരത്തിലൊരു ശബ്ദം കേട്ടിരിക്കുന്നു, പലയിടത്തും അത്തരത്തിലൊരു ശബ്ദം കേട്ടിരിക്കുന്നു. അത് എന്തുകൊണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭൂകമ്പ സാധ്യതയായി തീർച്ചയായിട്ടും ഇതിൽ കൃത്യത വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് തന്നെ ഉടൻ വിദഗ്ധ സംഘം കടക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.